കോട്ടയം ജില്ലയിലെ പ്രമുഖ നിയോജകമണ്ഡലമായ ഏറ്റുമാനൂർ മറ്റ് മണ്ഡലങ്ങൾക്ക് അസൂയയോടെ നോക്കിക്കാണാവുന്ന വികസന പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇക്കാലയളവിൽ 4000 കോടിയുടെ വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയത്. ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ, വ്യവസായ, ഗതാഗത മേഖലകളിൽ മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഏറ്റുമാനൂർ കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക രംഗങ്ങളിലെല്ലാം അത്ഭുതകരമായ കുതിപ്പ് നടത്തിക്കൊണ്ടാണ് ഏറ്റുമാനൂർ ശ്രദ്ധേയമാകുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിമാനകരങ്ങളായ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ പശ്ചാത്തല വികസനത്തിനും സേവനത്തിൻ്റെ തുറകളിലും ഉൽപ്പാദന മേഖലകളിലും കിഫ്ബിയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി പറയാനുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ 1280 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. പ്രധാനമായും അവിടെ പോയാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. എയിംസ് നിലവാരത്തിലുള്ള കാഷ്വാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. കാഷ്വാലിറ്റിയിൽ രോഗി വന്നാൽ അവിടെ റെഡ് സോണ്, യെല്ലോ സോണ്, ഗ്രീൻ സോണ്, ഇങ്ങനെ സോൺ തിരിച്ച് തന്നെ രോഗി എവിടെ കിടക്കുന്നു, രോഗിയുടെ സ്ഥിതി എന്തെന്ന് പെട്ടെന്ന് വരുന്നൊരു ബൈസ്റ്റാൻഡിന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ ആധുനിക സംവിധാനത്തോടും കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയും ആ ബ്ലോക്കും ഇപ്പോൾ ഒരുപക്ഷെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമായ അപ്സ്റ്റെയറും അതിൻ്റെ ബെഡ്റൂമുകളും എല്ലാമാണ് ഇപ്പോൾ ഉള്ളത്. MG യൂണിവേഴ്സിറ്റി കോട്ടയം ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ്. MG യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ നാനോ ടെക്നോളജിയെ ബന്ധപ്പെട്ട റിസർച്ച് സെൻറ്റർ കിഫ്ബി ഫണ്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്. പുതിയ പശ്ചാത്തല സൗകര്യ വികസനം, ഹോസ്റ്റൽ ഉൾപ്പെടെ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി. ഏറ്റവും അവസാനമായി 47.17 കോടി രൂപ മുടക്കി ഒരു സ്പോർട്സ് കോംപ്ലക്സ് വരുന്നു. ഏതാണ്ട് 3 സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, വോളിബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, ക്രിക്കറ്റ് കോർട്ട്, അതോടൊപ്പം തന്നെ അവിടെ സ്വിമ്മിംഗ് പൂള്, കായിക താരങ്ങൾക്ക് താമസിച്ച് അഭ്യസിക്കാനുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു സ്പോർട്സ് കോംപ്ലക്സ്, അതും കിഫ്ബിയാണ് ഫണ്ട്. ഏറ്റുമാനൂരിന്റെ ടൂറിസം രംഗത്തിന് വൻ കുതിച്ചുചാട്ടം നടത്താനുള്ള ഹെലിപാഡ് നിർമ്മാണവും വികസന പാതയിലെ ഉണർവാകും. ഏറ്റുമാനൂരിൽ IT പാർക്കിനായുള്ള നടപടികളുമായും സ്ഥലം MLAയും മന്ത്രിയുമായ VN വാസവൻ മുന്നിലുണ്ട്. മണ്ഡലത്തിന്റെ അഭിമാനമായേക്കാവുന്ന നെല്ല് സംരക്ഷണ സംസ്കരണ വിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 90 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പദ്ധതിയിൽ പ്രതിവർഷം 80,000 മെട്രിക് ടൺ നെല്ല് സംഭരിക്കാൻ കഴിയും. ഉടൻ പ്രവർത്തനം തുടങ്ങുന്ന ഈ കേന്ദ്രം നെൽകർഷകർക്ക് മുതൽക്കൂട്ടാകും. നാൽപ്പത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഏറ്റുമാനൂർ ബൈപ്പാസ് പൂർത്തീകരിച്ചത് നേട്ടങ്ങളുടെ മുൻനിരയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് റോഡ് ഉന്നത നിലവാരത്തിൽ വീതി കൂട്ടി നിർമ്മിച്ചതും എടുത്തു പറയേണ്ടതാണ്.
റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 102.50 കോടി രൂപ മുതൽ മുടക്കി BMBC നിലവാരത്തിൽ 8 റോഡുകളും പൂർത്തീകരിച്ചു. പഞ്ചായത്ത് റോഡുകളുടെ നവീകരണം ഉയർത്തി. കുമരകം കോണത്താറ്റ് പാലം, അത് കിഫ്ബിയാണ് അതിൻ്റെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിനിപ്പോൾ ആദ്യഘട്ടത്തിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് അനുവദിച്ച് ഇപ്പോൾ 28 കോടി രൂപയോളം എല്ലാം ചേർത്ത് സ്ഥലമെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം അനുവദിച്ച് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ആ പാലം. മറ്റൊന്ന്, ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിരവധി സഞ്ചാരയോഗ്യമായ പാതകൾ, ചില പാലങ്ങൾ എല്ലാം നിർമ്മിച്ച് അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതും കൂടാതെ കിഫ്ബിയിൽ നമ്മുടെ തിരുവാർപ്പ് പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കൃഷിക്കാർക്ക് ഏറ്റവും സഹായകരമായ വെള്ളപ്പൊക്ക നിവാരണം ഉറപ്പാക്കാനും കായൽ ഡീപ്പൻ ചെയ്യാനും പുറംബണ്ട് കെട്ടാനുമായി പഴുക്കാനേൽ കായലത്തിന് 102 കോടി രൂപയുടെ ഭരണാനുമതി ഇപ്പോൾ കിഫ്ബിയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരുടെ ആശ്രയമായ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 268.6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 159.79 കോടി രൂപയുടെ സർജിക്കൽ ബ്ലോക്കിന്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. സർജിക്കൽ ബ്ലോക്ക് 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുമാണ് ആ ബ്ലോക്കിലുള്ളത്. അതിലിപ്പോൾ 460 ബെഡ് സജ്ജമായി കഴിഞ്ഞു. 14 ഓപ്പറേഷൻ തിയേറ്ററും സജ്ജമായിരിക്കും. മറ്റൊന്ന് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ 360 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററുമാണ്. അതും കിഫ്ബിയുടെ പ്രോജക്റ്റാണ്. ഇതുകൂടാതെ നമുക്കവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നത് ക്രിട്ടിക്കൽ കെയർ IC, മനോഹരമായ ബഹുനില മന്ദിരം. മറ്റൊന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസ്, അതിനുവേണ്ടിയുള്ള പ്രത്യേകിച്ച് റിസർച്ച് സെൻറ്റർ വരികയാണ്. അതും കിഫ്ബിയാണ് പ്രൊജക്റ്റ്. അപ്പോൾ ചുരുക്കത്തിൽ അതിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്, അതിനാവശ്യമായ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന രംഗത്ത്, ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുന്ന രംഗത്തെല്ലാം കിഫ്ബി നൽകിയ ഫണ്ട് കൊണ്ടാണ് ഈ 1280 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ മികവിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമ്പോൾ കോട്ടയം ജില്ലയുടെ വിദ്യാഭ്യാസ ഹബ്ബായി ഏറ്റുമാനൂർ മാറുന്ന കാലവും വിദൂരമല്ല. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചറിനായി 50.28 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ വിവിധ സ്കൂളുകൾക്കും ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIക്കും പ്രത്യേകമായി തുകകൾ അനുവദിച്ചു. ഊർജ്ജരംഗത്ത് പുത്തൻ മുന്നേറ്റത്തിനായി ട്രാൻസ്മിഷൻ മെയിൻ കോട്ടയം സർക്കിളിന്റെ 14.8 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിച്ചു. വൈക്കം ആശുപത്രിക്ക്, കുട്ടികളുടെ അമ്മമാരുടെ ആശുപത്രി ബഹുനില മന്ദിരം ഉയർന്നത് കിഫ്ബി പ്രോജക്റ്റാണ്. ആതുര സേവന രംഗത്ത് വലിയ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് വൈക്കം ആശുപത്രി ഇന്ന് ആരോഗ്യ വരുമാന രംഗത്ത് ഏറ്റവും അഭിമാനകരമായ റിസൾട്ടുമായി നിൽക്കുന്നത്. ഇതുകൂടാതെ തന്നെ എനിക്ക് ഏറ്റുമാനൂരിൽ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാതെ വിട്ടുപോയത് കുടിവെള്ള പദ്ധതിയാണ്. 93 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മെഗാ പ്രോജക്റ്റാണ്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും അതിരമ്പുഴ പഞ്ചായത്തും കാണക്കാരി പഞ്ചായത്തും മുഴുവൻ ആൾക്കും വെള്ളം കിട്ടത്തക്ക നിലയിൽ ആ പ്രോജക്റ്റ് ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഒരു 60% പ്രവർത്തനം തീർന്ന് പൈപ്പിടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളിലേക്കുള്ള. ഒരു
മാർച്ച് ഏപ്രിലോട് കൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശുദ്ധജല വിതരണ രംഗത്തും നൂതന പദ്ധതികൾ നടപ്പിലാക്കി. നഗരത്തിലെ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളുടെയും ദാഹമകറ്റാനുള്ള പ്രവർത്തനങ്ങളും ഏറെ മാതൃകാപരമാണ്. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റുമാനൂർ, അതിരമ്പുഴ, കാണക്കാരി പഞ്ചായത്തുകളുടെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും. കാരിത്താസ് മേൽപ്പാലം പൂർത്തീകരിക്കാനായത് വൻ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇല്ലിക്കൽ പാലം പുനർനിർമ്മിച്ചതും പുതുപ്പള്ളി ഏറ്റുമാനൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കമ്പനി കടവ് പാലം പൂർത്തിയായതും വികസന കുതിപ്പിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വന്നതുപോലെ തന്നെ കോട്ടയം സെൻട്രലിലുള്ള ആതുരാലയം ജില്ലാ ഹോസ്പിറ്റൽ 10 നില ബിൽഡിങ്ങാണ്. ആ 10 നില ബിൽഡിങ്ങിന് ഏതാണ്ട് 229 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് മുടക്കിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ സന്ദർഭത്തിൽ എടുത്തു ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വിവിധ രംഗത്ത് കിഫ്ബി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എലവിഴ പുഞ്ചിറയിലെ ടൂറിസ്റ്റ് പ്രോജക്റ്റുകൾക്ക്, വാഗമൺ റോഡിന്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കറുകച്ചാൽ ഉൾപ്പെടെയുള്ള സാംസ്കാരിക നിലയം, മണിമലയിൽ വന്നിട്ടുള്ള ചില സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു. ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ, വ്യാവസായിക, ഗതാഗത മേഖലകളിൽ മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഏറ്റുമാനൂർ കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. കുതിക്കുന്ന കേരളത്തിനൊപ്പം ഏറ്റുമാനൂരും മുന്നേറുമ്പോൾ മണ്ഡലത്തിൻ്റെ മുഖഛായ തന്നെ മാറുകയാണ്. ചരിത്ര പ്രാധാന്യമേറെ ഒരു തീരദേശ പട്ടണമാണ് ചിറയൻകീഴ്. മഹാകവി കുമാരനാശാന്റെ ജന്മദേശമായ കായിക്കര ചിറയൻകീഴിന് സമീപമാണെന്ന ചരിത്ര പ്രാധാന്യവും മണ്ഡലത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചോതുകയാണ്. വ്യാപാര മേഖലയിൽ പാരമ്പര്യത്തിൻ്റെ മികവുമായി തല ഉയർത്തി നിൽക്കുന്ന ചിറയൻകീഴിൻ്റെ മണ്ണിലെ വികസന വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സ്പന്ദനങ്ങൾ മുഴങ്ങുന്ന ചിറയൻകീഴ് വാണിജ്യ വ്യാപാര രംഗങ്ങളിലും മികവ് പുലർത്തിയാണ് പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നത്. വികസന വഴിയിൽ പുത്തൻ വഴിവിളക്കുകൾ ഉയർത്തിയാണ് ചിറയൻകീഴ് കുതിക്കുന്നത്. ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ കിഡ്ബി ഫണ്ട് ഉപയോഗിച്ച് 948 കോടി രൂപയുടെ വർക്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ വർക്കുകളുടെയും പ്രവർത്തനം ആരംഭിച്ചു. അതിൽ ഭൂരിഭാഗം വർക്കുകളും ഏറെക്കുറെ പൂർത്തിയാക്കിയെന്ന് പറയാം. ബാക്കിയുള്ള വർക്കുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കും. ആ വർക്കുകൾ പ്രധാനമായും നടപ്പാക്കിയിട്ടുള്ളതൊന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ്. ഈ കിഡ്ബി ഫണ്ട് ഉപയോഗിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ 5 സ്കൂളുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത്.
949 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത മേഖലകളിലും പശ്ചാത്തല വികസന സൗകര്യങ്ങളിലും സമാനതകളില്ലാത്ത വികസനമാണ് ചിറയൻകീഴിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ആരോഗ്യരംഗത്തിന് പുത്തൻ ഉണർവ് നൽകി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി നവീകരണത്തിന് 73 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി മാത്രമല്ല, 70 കോടി രൂപയുടെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നേരിടുന്നുണ്ട്. പക്ഷേ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിച്ച് പരാതി ഇല്ലാത്ത രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ ചിറയൻകീഴ് നിവാസികളുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ആ പേരിൽ മാത്രമല്ല, അവിടെ അതനുസരിച്ചുള്ള സേവനം ആൾക്കാർ കിട്ടുന്ന രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഫണ്ടും അതുപോലെ MLA ആസ്തി വികസന ഫണ്ടും ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഏതാണ്ട് ശരാശരി 2 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ട്, ഗവൺമെൻറ് ഫണ്ട്, അല്ലാതെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല സേവനം കിട്ടും. ഇപ്പോൾ 6 മണി വരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നേഴ്സിൻ്റെയും അഡീഷണൽ സ്റ്റാഫിനെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഫെസിലിറ്റികളാക്കി മാറ്റി കൂടുതൽ സേവനം ആ തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള സംവിധാനം കൂടി ആരോഗ്യ മേഖലയിൽ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെന്ന പോലെ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലും ആ മേഖലയെ നമ്മൾ കൂടുതൽ ശക്തമാക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മണ്ഡലത്തിന്റെ ദാഹമകറ്റുക എന്ന ലക്ഷ്യത്തോടെ വിവിധ കുടിവെള്ള പദ്ധതികൾക്കും രൂപം നൽകി. ചിറയൻകീഴ് കുടിവെള്ള പദ്ധതിക്കായി 20 കോടി രൂപയും മുതാക്കൽ കുടിവെള്ള പദ്ധതിക്കായി 40 കോടി രൂപയും വിനിയോഗിച്ചുകൊണ്ടാണ് ജനാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കിയതെന്ന് മണ്ഡലം MLA ശ്രീ V ശശി ചൂണ്ടിക്കാട്ടി. ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിയോജകമണ്ഡലത്തിലെയല്ല, ചിറയൻകീഴ് കുടിവെള്ള പദ്ധതി ആയി നമ്മൾ 5 ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള ക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി 19-20 കോടി രൂപ വിനിയോഗിച്ച് അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ജലജീവൻ പദ്ധതിയും കിഡ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 40-45 കോടി രൂപ, 40 കോടിയോളം രൂപ അതിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഈ വരുന്ന 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതിയോ 17-ാം തീയതിയോ സൗകര്യമായ ദിവസം അതിൻ്റെ അതിൻ്റെ പദ്ധതി പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. മുതലക്കുഴി ഹാർബർ സംരക്ഷണത്തിനായി 26 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വികസനത്തിന് പുതിയ മുഖം നൽകുവാനും നടപടി സ്വീകരിച്ചു. ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന റെയിൽവേ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയതും വികസന വഴിയിലെ നാഴികക്കല്ലായി മാറിയതായും MLA അറിയിച്ചു. കിഡ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ്
നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ്. അത് കിഡ്ബിയിൽ നിന്ന് 25 കോടി രൂപയാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിക്കും. ആ സ്റ്റേജിലേക്ക് അത് മാറിയിട്ടുണ്ട്. പിന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈ ഫെബ്രുവരി മാസത്തിന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 73 കോടി രൂപയാണ് നമ്മൾ അതിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. പിന്നെ കടയ്ക്കാവൂർ ഫിഷ് മാർക്കറ്റിംഗ് സെൻറ്റർ 2,66,00,000 രൂപ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. മുതലപ്പുഴി ഹാർബർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിന്നെ പൂത്ര മുതൽ അഞ്ചുതെങ്ങ് 1-ാം പാലം വരെയുള്ള തീരദേശം സംരക്ഷിക്കുന്നതിന് പുളിമുട്ടിട്ട് തീരദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടി 26.51 കോടി രൂപയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ 4 പുളിമുട്ടുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ബാക്കി പുളിമുട്ടിടുന്ന വർക്കുകളും ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. $301 കോടി രൂപ വിനിയോഗിച്ച് യാഥാർത്ഥ്യമാക്കിയ ബയോസയൻസ് പാർക്കും ശ്രദ്ധേയമായ വികസനങ്ങളിലൊന്നാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾക്കും മണ്ഡലത്തിൽ തുടക്കം കുറിച്ചു. കായിക രംഗത്തിന് കുതിപ്പേകി GV രാജ സെന്റർ ഫോർ എക്സലൻസ് സ്പോർട്സ് കോംപ്ലക്സിനായി 56 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. GV രാജ സെന്റർ ഫോർ എക്സലൻസ് എന്ന പേരിലൊരു സ്പോർട്സ് പ്രോജക്റ്റ് കണ്ണംകുളം ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിന് 56 കോടി രൂപയാണ് കിഡ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നടത്താൻ പോകുന്നത്. പിന്നെ ആലങ്കോട് മീരാങ്കടവ് റോഡ് ഏതാണ്ട് ഒരു 3-4 വർഷമായി അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. പല തടസ്സങ്ങളുണ്ടായിരുന്നു. എന്തായാലും തടസ്സങ്ങളൊക്കെ മാറി നിർമ്മാണം ഏതാണ്ട് 99% പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ഫെബ്രുവരി മാസം തന്നെ ആ റോഡിൻ്റെ ഔദ്യോഗികമായ നിർമ്മാണമല്ല, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അതിന് ചിലവഴിച്ച് 45 കോടി രൂപ ചിലവഴിച്ചാണ് ആലങ്കോട് മീരാങ്കടവ് റോഡിൻ്റെ BNMC ക്വാളിറ്റിയിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു വലിയ പ്രോജക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് തോന്നിക്കൽ ബയോസയൻസ് പാർക്കാണ്. ബയോസയൻസ് പാർക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്കുമായി 307 കോടി രൂപ അത് അനുവദിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുത്തു. അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഇതിനകം തന്നെ അവിടെ സ്റ്റാർട്ടപ്പായിട്ടും സ്ഥാപനങ്ങളുമായിട്ടും 10, 25, 30 സ്ഥാപനങ്ങളായിട്ടും സ്റ്റാർട്ടപ്പ് യൂണിറ്റുകളുമായിട്ടും അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് കിഡ്ബി ഫണ്ടിൽ നിന്ന് 302 കോടി രൂപ അനുവദിച്ചത്. അത് ഭൂമി അക്വിസിഷനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 30ഓളം സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെ അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് കിഡ്ബി ഫണ്ട് ഉപയോഗിച്ച് ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട വർക്കുകൾ. പതിനേഴ് ബൃഹത് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ചിറയൻകീഴ് മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾ ചിറകടിച്ചുയരുന്നത്. ഈ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 3,200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്നു. കിഡ്ബിയുടെ ഫണ്ട് കിഡ്ബിയുടെ ഫണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചു 984 കോടി രൂപ ആയിരുന്നു. അതല്ലാതെ മറ്റ് സംസ്ഥാന ബഡ്ജറ്റ് വിഹിതമായിട്ടും പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നടപ്പാക്കിയ പദ്ധതിയുടെ കേന്ദ്രവിഹിതമായിട്ടും നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും MLAയുടെ ഫണ്ട് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചും എല്ലാം കൂടി ഏതാണ്ട് 3,400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയിട്ടുണ്ട്.
ചിറയൻകീഴിൻ്റെ വികസന സ്വപ്നങ്ങൾ ചിറകടിച്ചുയരുമ്പോൾ ജനാഭിലാഷങ്ങൾ കൂടിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. വികസനത്തിൻ്റെ പുത്തൻ പന്ഥാവുകൾ തേടി ചിറയൻകീഴ് കുതിപ്പ് തുടരുകയാണ്.